കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ദക്ഷിണമേഖല ടെലികോം സുരക്ഷാ സമ്മേളനം കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ടെലികോം സുരക്ഷയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതായിരുന്നു 100-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം. ഡയറക്ടർ ജനറൽ ഓഫ് ടെലികോം ആർ.കെ. ഗോയൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ തടയൽ, അനധികൃത ടെലികോം സംവിധാനങ്ങൾ കണ്ടെത്തൽ, സഞ്ചാർ സാഥി, ഡിജിറ്റൽ ഇന്റലിജൻസ് യൂണിറ്റ്, ടെലികോം സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റ് തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങളുടെ പ്രയോജനം തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയായി. ടെലികോം ശൃംഖലകൾ സുരക്ഷിതമാക്കുന്നതിന് കൂടുതൽ കർക്കശമായ നടപടികൾ ആവശ്യമാണെന്ന് DG ടെലികോം ആർ.കെ. ഗോയൽ സമ്മേളനശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടെലികോം സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ നിയന്ത്രണ ഏജൻസികളും സേവനദാതാക്കളും നിയമപാലകരും തമ്മിലുള്ള ഏകോപനം ആവശ്യമാണ്. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും ടെലികോം വിഭവങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനുമുള്ള സഹകരണം ശക്തിപ്പെടുത്തും. അനധികൃത ടെലികോം സെറ്റപ്പുകൾ കണ്ടെത്തലും നിയമ നടപടികളും കർശനമാക്കുമെന്നും ഗോയൽ പറഞ്ഞു. We at Department of Telecom have taken a number of initiatives in the last 3 years. The first being the digital intelligence platforms, which was started way back in May 2023, wherein we have the data of all 122 crores telecom resources. And we are making use of the artificial intelligence and the facial recognition software to analyze the data of 122 crore customers. CEIR പോർട്ടൽ വഴി നഷ്ടപ്പെട്ട മൊബൈൽ ഹാൻഡ്സെറ്റുകൾ പരമാവധി വീണ്ടെടുക്കുന്നതിന് കേരളത്തിലും ലക്ഷദ്വീപിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലകൾക്കുള്ള അവാർഡുകൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു. DG ടെലികോം ആർ.കെ. ഗോയൽ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ടെലികോം വകുപ്പിന്റെ 4 ദക്ഷിണമേഖല LSAകളിലെ ഉദ്യോഗസ്ഥരും കേന്ദ്ര സംസ്ഥാന നിയമപാലന ഏജൻസികളും വിവിധ ടെലികോം സേവനദാതാക്കളും പങ്കെടുത്തു. ജനം, കൊച്ചി.